സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താൻ സാധ്യതയേറുന്നു. ചെന്നൈയും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ധാരണയിലെത്തി എന്നാണ് സൂചന. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജയും സാം കറനും രാജസ്ഥാനിലേക്ക് പോകും. എൽദോ പോൾ പുതുശ്ശേരി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, ഗുഡ് മോർണിംഗ്. CSK ഫാൻസിനെ സംബന്ധിച്ച്, സഞ്ജു സാംസൺ ഫാൻസിനെ സംബന്ധിച്ച് ഇത് എത്രത്തോളം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു നീക്കമാണ്? ഉറപ്പായിട്ടും വലിയ തോതിൽ ആവേശം നൽകുന്നതാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകർക്ക് സഞ്ജു വി സാംസണിന്റെ വരവ്. കാരണം സഞ്ജു വി സാംസൺ ഒരുപാട് ആരാധകരുണ്ട് തമിഴ്നാട്ടിൽ, ചെന്നൈയിൽ. മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള വലിയൊരു ആരാധക വൃന്ദം ചെന്നൈ സൂപ്പർ കിങ്സിനുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം ഫ്രാഞ്ചൈസിക്ക് പോലും അവരുടെ ആരാധക വൃന്ദത്തെ വിപുലീകരിക്കാനുള്ള വലിയ സാധ്യതയാണ് തെളിയുന്നത്. ഇനി ഈ ഡീലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സഞ്ജു വി സാംസൺ നേരത്തെ തന്നെ രാജസ്ഥാൻ റോയൽസ് വിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കുറച്ച് നാളുകളായി ഉണ്ടാകുന്ന അഭ്യൂഹമായിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ സീസണിൽ സഞ്ജു വി സാംസൺ പരിക്കേറ്റ് പുറത്തായപ്പോൾ റയാൻ പരാഗ് രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആകുന്നു. മാത്രമല്ല വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്ന മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാകുന്നു. അപ്പോൾ സഞ്ജുവിന് ടീമിൽ സ്ഥാനമുണ്ടാകുമോ, ഇനി എന്തിന് സഞ്ജു എന്നുള്ള ചർച്ചകൾ പോലും സജീവമായി. പല മത്സരങ്ങളിലും സഞ്ജു പരിക്കേറ്റ് പുറത്തിരുന്നപ്പോൾ ഉജ്ജ്വല ഫോമിൽ വൈഭവും ജയ്സ്വാളും ഓപ്പണിംഗ് കൂട്ടുകെട്ട് തീർത്തത് സഞ്ജുവിന്റെ സ്ഥാനത്തെ ഏറെക്കുറെ ചോദ്യചിഹ്നമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിന് പിന്നാലെ ടീം മാനേജ്മെന്റുമായി അത്ര അടുപ്പം നിലനിർത്താനും സഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇതേ തുടർന്നാണ് സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പിൻവാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള നിലപാടെടുത്തത്. കൊൽക്കത്തയുമായി സഞ്ജു ചർച്ച നടത്തിയിരുന്നു, ഡൽഹി ക്യാപിറ്റൽസുമായി സഞ്ജു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും മികച്ച ഓപ്ഷൻ അത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങനെ സഞ്ജു വി സാംസണും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താനുള്ള സമയത്ത് ഇപ്പോൾ രാജസ്ഥാനും ചെന്നൈയും ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രാജസ്ഥാൻ അവിടെ വെച്ച ഒരു ഡിമാൻഡ് സഞ്ജുവിനെ നൽകണമെങ്കിൽ അവിടെ രവീന്ദ്ര ജഡേജയും ഒപ്പം ഡെവാൾ ബ്രെവിസിനെയും തിരികെ നൽകണം എന്നുള്ളതാണ്, പകരം നൽകണം എന്നുള്ളതാണ്. പക്ഷേ ഡെവാൾ ബ്രെവിസിനെ നൽകാൻ തയ്യാറല്ല എന്ന് ചെന്നൈ അറിയിച്ചു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സാം കറനിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സാം കറനും രവീന്ദ്ര ജഡേജയും ചെന്നൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകും, പകരം സഞ്ജു വി സാംസൺ ചെന്നൈയിലേക്ക് എത്തും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇനിയുള്ളത് നടപടിക്രമങ്ങളാണ്. IPL ഗവേണിംഗ് കൗൺസിലിന് 3 താരങ്ങളുടെയും സമ്മതപത്രം നൽകണം. മാത്രമല്ല 2 ഫ്രാഞ്ചൈസികളും തമ്മിലുള്ള ധാരണാപത്രവും IPL ഗവേണിംഗ് കൗൺസിൽ നൽകണം. അതിനുശേഷം മാത്രമേ തീരുമാനം ഔദ്യോഗികമാവുകയുള്ളൂ. എന്താണെങ്കിലും സഞ്ജു വി സാംസൺ അടുത്ത സീസണിൽ മഞ്ഞ ജേഴ്സിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിൻ്റെ ടീമിനൊപ്പം സഞ്ജു കൂടി ചേരുന്നത് വലിയ ആവേശവും ആകാംക്ഷയും നൽകും IPL മലയാളി പ്രേമികൾക്ക് എങ്കിലും അറിയാം. യെസ്, തീർച്ചയായും. എൽദോ പോൾ പുതുശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളി ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു താര കൈമാറ്റമാണ് നടക്കാൻ പോകുന്നത്. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു എന്നതാണ് നമുക്ക് മുന്നിലുള്ള റിപ്പോർട്ട്.